പ്രക്സീസ് 4-ാം അധ്യായം 31 മുതൽ 37 വരെ തിരുവചനങ്ങൾ. ബറക്കമോർ. അവർ ഇങ്ങനെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറവുള്ളവരായി. ദൈവവചനം അവർ ധൈര്യമായി സംസാരിച്ചു. വിശ്വസിച്ചവരായ സമൂഹത്തിന് ഏക മനസ്സും ഏക അഭിപ്രായവുമായിരുന്നു. അവനവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളെക്കുറിച്ച് അവരിൽ ആരും സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. പിന്നെയോ അവർക്കുണ്ടായിരുന്ന സർവവും പൊതുവകയായിരുന്നു. യേശുമിശിഹായുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ശ്ലീഹന്മാർ മഹാശക്തിയോടെ സാക്ഷിച്ചു പോന്നു. അവരെല്ലാവരോടും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. ദരിദ്രനായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ നിലങ്ങളും വീടുകളും കൈവശമുണ്ടായിരുന്നവർ അവയെ വിറ്റു. വിൽക്കപ്പെടുന്നവയുടെ വില അവർ കൊണ്ടുവന്ന് ശ്ലീഹന്മാരുടെ കാൽക്കൽ വയ്ക്കുകയും ഓരോരുത്തരും ആവശ്യമായതനുസരിച്ച് നൽകപ്പെടുകയും ചെയ്തു വന്നു. കുപ്രോസ് ദേശക്കാരനായ ലേവ്യനും ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നർത്ഥമുള്ള ബർണബ എന്ന് സ്ലേഹന്മാർ മറുനാമം വിളിച്ചവനുമായ യോസേഫിന് ഒരു നിലമുണ്ടായിരുന്നു. അവൻ അത് വിറ്റ് അതിൻ്റെ വില കൊണ്ടുവന്ന് സ്ലീഹന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. കർത്താവേ, നിന്റെ കോപത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ. നിന്റെ ക്രോധത്തിൽ ഞങ്ങളെ ശിക്ഷിക്കുകയും അരുതേ. ആമേൻ.